പ്രൈസ് ലോർഡ്. എൻ്റെ പേര് അതേലെ. ഞാൻ എറണാകുളത്ത് വരാപ്പുഴയിൽ ക്രൈസ്റ്റ് കിങ് ചേർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ 2023 +2 പാസ് ഔട്ടാണ്. അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയിൽ പോയി നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു. അതിന് ഇതായിട്ട് PT എക്സാം ക്ലിയർ ചെയ്യേണ്ടിയിരുന്നു. ഞാൻ ആദ്യത്തെ പ്രാവശ്യം PT എഴുതിയപ്പോൾ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ 3 മൊഡ്യൂളിന് എനിക്ക് 75 വന്നു. പക്ഷേ എനിക്ക് നഴ്സിങ്ങിന് വേണ്ടത് 65 ആണ്. റീഡിങ്ങിൻ്റെ മൊഡ്യൂളിൽ എനിക്ക് 61 കയറിയുള്ളൂ. 3 എണ്ണത്തിന് നല്ല സ്കോർ ഉണ്ടായിട്ട് ഒരെണ്ണത്തിന് 4 മാർക്കിൽ പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞാൻ ഇത്ര നല്ല സ്കോർ ഉണ്ടല്ലോ, റീഡിങ് ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നീട് അടുത്ത് തന്നെ ഡേറ്റ് എടുത്തു. ഞാൻ പിന്നെയും എക്സാം എഴുതി. എക്സാം നല്ല ടഫായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ 4 എണ്ണത്തിനും എനിക്ക് കയറിയില്ല, സ്കോർ കയറിയില്ല. 63, 63, 58 എന്ന രീതിയിലൊക്കെ പോയി. പിന്നെ ഈ സ്കോറൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഉള്ള കോൺഫിഡൻസൊക്കെ പോയി. ഭയങ്കര വിഷമമൊക്കെ ആയി. അതിൽ പിന്നെ വീട്ടുകാർ പറഞ്ഞു ഇനി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ട് എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 2023 7-ാം മാസം 12-ാം തീയതി ഞാനും ചേച്ചിയും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ പിന്നെയും എക്സാം എഴുതി. ഓഗസ്റ്റ് 11 ഞാൻ എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 4 മൊഡ്യൂളിനും 75 വന്നു. ഓവറോൾ 75 വന്നു. എനിക്ക് ഇൻഡിവിജ്വൽ 65 വേണ്ടിയിരുന്നെങ്കിലും എനിക്ക് ഓവറോൾ 75 കിട്ടി. 10 പോയിൻറ്റ്സ് എക്സ്ട്രാ കിട്ടി. അതിനുശേഷം പിന്നെ എഡ്യൂക്കേഷൻ്റെ ലോണിനൊക്കെ വേണ്ടി നടന്നു. ഇച്ചിരി കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ പാസ്സായി കിട്ടി. അതിനുശേഷം ഞാൻ കാൻബറ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. ഡോക്യുമെൻറ്റേഷനൊക്കെ കുറേ ചെയ്തു. എല്ലാം കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജ് ആയപ്പോഴേക്കും എന്നെ യൂണിവേഴ്സിറ്റി റിജക്റ്റ് ചെയ്തത് ജൂൺ 3-ാം തീയതിയാണ്. ജൂലൈയിലാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് അടുത്ത യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജൂലൈ ഇൻടേക്കും മിസ്സായി. എൻ്റെ ഒപ്പം ഉണ്ടായ പിള്ളേരെല്ലാവരും ക്ലാസ്സൊക്കെ തുടങ്ങി, പഠിക്കാനൊക്കെ തുടങ്ങി. ഞാൻ മാത്രം ഒന്നും ആയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര റിജക്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര വിഷമമായി. പിന്നീട് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് പ്ലാൻ ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം 1 വർഷം ഇയർ ഗ്യാപ്പൊക്കെ ഉള്ള കുട്ടിക്ക് പിന്നെ ഓസ്ട്രേലിയ വിസക്ക് അപ്ലൈ ചെയ്യണതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകാൻ ട്രൈ ചെയ്തു. ന്യൂസിലൻഡിന് ഇയർ ഗ്യാപ്പ് ഒരു ഇഷ്യൂ അല്ലാത്തതുകൊണ്ട് ന്യൂസിലൻഡിലേക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഞാൻ വേറെ ഏജൻസി വഴി ഓഫറിനൊക്കെ വെച്ച് അപേക്ഷിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ഓസ്ട്രേലിയക്ക് വെച്ച ഏജൻസി അവരെന്നെ പിന്നെയും വിളിച്ചു. നമുക്കൊന്നും കൂടെ അപ്ലൈ ചെയ്യാം, നമ്മുടെ പേപ്പറെല്ലാം സെറ്റല്ലേ, നമുക്കൊന്നും കൂടെ അടുത്ത യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി QUTക്ക് ഞാൻ ഓഫറിന് വെച്ചു. അങ്ങനെ എനിക്ക് ഓഫർ വന്നു. ഫീസൊക്കെ അടച്ചു, എല്ലാം ചെയ്തു. ഞാൻ ഒക്ടോബർ 1 വിസക്ക് അപ്ലൈ ചെയ്തു. വിസ വരാൻ നല്ല ടൈം എടുക്കും, ലെവൽ 2 ആണ് എന്നൊക്കെ പറഞ്ഞ് വൈകും എന്നൊക്കെ പറഞ്ഞ് 2.5 മാസമൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് 1.5 മാസത്തിനുള്ളിൽ വിസ വന്നു. നവംബർ 14 എനിക്ക് ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡായി. ഇത്രയേറെ അനുഗ്രഹം ചെയ്തു തന്ന ദൈവമാതാവിന് വളരെയധികം നന്ദി. പിന്നെ പത്രങ്ങൾ, ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വിജാതിരായിട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ കൂടുതൽ കൊടുത്തത്. ക്രിസ്ത്യൻസിന് കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻസിന് അധികം കൊടുത്തില്ല. ഞാൻ കൂടുതൽ വിജാതിർക്കാണ് കൊടുത്തത്. അതേലി എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. യൂദത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം നിൻ്റെ മേൽ കൃപ ചൊരിയുകയും നിൻ്റെ പദ്ധതികൾ നിറവേറ്റപ്പെടുകയും ചെയ്യട്ടെ. സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം ദൈവത്തിൽ നിന്ന് വരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പദ്ധതികൾ എഴുതുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും അമൂല്യമായിട്ടുള്ള രഹസ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അത്യധികമായിട്ടുള്ള ആ ഒരു സംരക്ഷണവും ആ ഒരു സ്നേഹവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പദ്ധതികളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടും സാധിക്കുന്നത്. നമ്മളോട് ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട്, ആദ്യം പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നു, അതിനുശേഷം വിദേശത്തേക്ക് പോകുവാനായിട്ട് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് പോകുവാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിയാകാതെ അവസാന സമയത്ത് റിജക്ഷൻ ആകുന്നു. പക്ഷേ ഉടമ്പടി എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും സാന്നിധ്യവും സ്വീകരിക്കുന്ന തലത്തിലേക്ക് തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ വളർത്തുന്നു.
അതിനുശേഷം അത്ഭുതകരമായിട്ട് ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ടാവുകയും ദൈവികമായിട്ടുള്ള പദ്ധതിയുടെ ആ ഒരു നിറവേറ്റൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയും ചെയ്യുകയാണ്. ഉടമ്പടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃപ നിറയ്ക്കുന്ന ഒരു ജീവിത രീതിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഒരു മനുഷ്യ ജീവിതത്തെ ഒരുക്കിയെടുക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിന് സാധിക്കുന്നതായിട്ട് ഓരോ സാക്ഷ്യത്തിലും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സഹോദരിയുടെ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും പരിശുദ്ധ അമ്മ ഇടപെട്ടതിൻ്റെയും പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും ലഭിച്ചതിൻ്റെയും സന്തോഷത്തിൽ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിരുനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.